ഭാര്യ ഗർഭിണിയായി പ്രസവം കഴിഞ്ഞു ഞാൻ വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് ഞാൻ പറയാം. പ്രസവം കഴിഞ്ഞു, പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന്റെ ചെവിയിൽ ബാങ്ക് കൊടുക്കണം, ഇഖാമത്ത് കൊടുക്കണം, സൂറത്തുൽ ഇന്നാ അൻസൽന ഓതണം, സൂറത്തുൽ ഇഖ്ലാസ് ഓതണം, ആലിമ്രാനിന്റെ 32ാമത്തെ ആയത്ത് ഓതണം. ഇതെല്ലാം നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം മോദി അതിനുശേഷം കുഞ്ഞിന് മധുരം കൊടുക്കണം. ആരാ മധുരം കൊടുക്കണ്ടേ? ഇത് ചോദിക്കുമ്പോൾ ചിലർ ചോദിക്കും, ഇതിലൊക്കെ വല്ല അടിസ്ഥാനവുമുണ്ട്, എന്താ ഇങ്ങേര് പറയണേ? ഞാൻ ചോദിക്കട്ടെ, ചില മക്കൾ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിക്കുമ്പോൾ ചോദിക്കും, ആരാടാ ഇവന് തൊട്ടുകൊടുത്തേ? അതെന്തിനാ ചോദിക്കണേ? അടിസ്ഥാനമില്ലെങ്കിൽ ഓരോ ഭർത്താവും ഭാര്യയും പറയാറുണ്ട്, എന്റെ ഉപ്പാപ്പ തൊട്ട് കൊടുത്താൽ മതി, മുറുക്കാനും മുറുക്കി കട്ടൻ പിടി അടിച്ചിടക്കണ മനുഷ്യനെ കൊണ്ടാ തൊട്ടിച്ചു കൊടുക്കുന്നേ. എന്താ അവസ്ഥയാ മനുഷ്യൻ? തൊട്ടുകൊടുക്കുന്നതിലൊരർത്ഥമുണ്ട്. അത് നല്ലവരെ കൊണ്ടേ തൊട്ടുകൊടുക്കാവൂ.